നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി E20 പെട്രോളാണ് ചർച്ചാ വിഷയം. വിവാദവും പ്രതിഷേധവും ഒരേപോലെ ശക്തമാണ് ഈ വിഷയത്തിൽ. മൈലേജ് കുറയുമെന്നതിനപ്പുറം വാഹനത്തിന് തകരാറുകൾ വരുത്തിവെക്കുമെന്നതാണ് E20യുമായി ബന്ധപ്പെട്ട പ്രധാന ആശങ്ക. E20യുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആശങ്കകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയത്. E20 ഇന്ധനം വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നും എഞ്ചിൻ തകരാറിലാക്കുമെന്നും അറ്റകുറ്റപ്പണികൾ വർദ്ധിക്കുമെന്നുമുള്ള തരത്തിലുള്ള പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് കേന്ദ്രം വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും പലരുടെയും ആശങ്കകൾ ഇല്ലാതാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടെ ചില നിർണായക പഠനഫലങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയത്. ഈ പഠനത്തിന്റെ ഫലങ്ങളാകട്ടെ ചില ഉപയോക്താക്കളിലെങ്കിലും ആശങ്കകൾ പരത്തുന്നതാണ്. ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലെ ലോഹഭാഗങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ വരുത്തില്ലെങ്കിലും പഴയ മോഡലുകളിലെ റബ്ബർ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ വേഗത്തിൽ ദ്രവിക്കാൻ കാരണമാകുമെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാത്ത NRAI റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ദി ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. രാജ്യത്ത് E20 ഇന്ധന നയത്തിനെതിരെ പഴയ വാഹന ഉടമകളിൽ നിന്ന് വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് പുതിയ കണ്ടെത്തലുകൾ ചർച്ചയാകുന്നത്. എഞ്ചിൻ പരിശോധനയിൽ BS4 എഞ്ചിൻ തൃപ്തികരമായ പെർഫോമൻസ് നൽകി. എന്നാൽ BS6 ടർബോ ചാർജ് എഞ്ചിനിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 265 മണിക്കൂർ ടെസ്റ്റിനൊടുവിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. ഇതിനൊപ്പം ഹോസുകൾ ഉൾപ്പെടെയുള്ള വാഹന ഘടകങ്ങൾക്ക് തകരാറുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പഠന റിപ്പോർട്ട് പ്രകാരം ലോഹങ്ങളിൽ E20 ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ നിസ്സാരമാണെന്നും തുരുമ്പെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കണ്ടെത്തി. അതായത് ഇന്ധന ടാങ്ക്, ലോഹ പൈപ്പുകൾ, ലോഹ ഘടകങ്ങൾ എന്നിവയിൽ E20 വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഈ പഠനത്തിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. E20 പെട്രോൾ എഞ്ചിനുകളെ കേടുവരുത്തില്ലെന്ന ഉറപ്പാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകുന്നത്. അപ്പോഴും വാഹന ഉടമകളുടെ നെഞ്ചിടിപ്പേറ്റുന്ന പുതിയ വെളിപ്പെടുത്തലുമുണ്ട്. NRAI, IOC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ സംഘടനയായ സിയാം എന്നിവ സംയുക്തമായി നടത്തിയ പഠനങ്ങളിൽ ലോഹ പ്ലാസ്റ്റിക് ഘടകങ്ങൾക്ക് E20 ഇന്ധനം മൂലം തകരാറൊന്നും ഉണ്ടാവില്ലെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പോഴും പഴയ വാഹനങ്ങളിലെ ചില റബ്ബർ ഭാഗങ്ങൾക്ക് സാധാരണയേക്കാൾ വേഗത്തിൽ ദ്രവിക്കാനും കേടുവരാനും സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്യുന്നു. 1 ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ 10,000-ഓളം ലിറ്റർ വെള്ളം ആവശ്യമാണെന്ന തരത്തിലുള്ള പ്രചാരണം പൂർണ്ണമായ തെറ്റാണെന്നും കേന്ദ്രം പറയുന്നു. 1 ലിറ്റർ എഥനോൾ നിർമ്മിക്കാൻ 3 മുതൽ 5 ലിറ്റർ വരെ സംസ്കരിച്ച വെള്ളം മാത്രമേ ഫാക്ടറികളിൽ വേണ്ടി വരുന്നുള്ളൂ. എഥനോൾ നിർമ്മാണത്തിനായി അധികം വരുന്ന അരിയാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ എഥനോളിന്റെ 40% ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞ അളവിൽ മാത്രം ജലസേചനം ആവശ്യമുള്ള മക്കച്ചോളത്തിൽ നിന്നാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. പെട്രോളിലേക്ക് കരിമ്പിൻ ജ്യൂസ് നേരിട്ട് ഒഴിച്ചു കലർത്തുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം പൂർണ്ണമായി വ്യാജമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. എഥനോൾ കലർന്ന പെട്രോളിലേക്ക് മാറിയതോടെ വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നതുമായും എഞ്ചിൻ അറ്റകുറ്റപ്പണികളുടെ ചെലവ് വർദ്ധിക്കുന്നതായി ഇതിനകം തന്നെ പല വാഹന ഉടമകളും പരാതിപ്പെടുന്നുണ്ട്. 2021 ജൂണിൽ നീതി ആയോഗ് പുറത്തിറക്കിയ എഥനോൾ റോഡ് മാപ്പിലെ വിവരങ്ങളും ഈ ആശങ്ക ശരിവെക്കുന്നതാണ്. അതേസമയം എഥനോൾ കലർത്തിയ ഇന്ധനവുമായി ബന്ധപ്പെട്ട് വിവിധ വാഹന നിർമ്മാതാക്കൾ നടത്തിയ പരിശോധനകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. BS4 ഫോർ വീലർ എഞ്ചിനിൽ E20 ഇന്ധനം ഉപയോഗിച്ച് നടത്തിയ 400 മണിക്കൂർ നീണ്ട പരിശോധന വിജയകരമായിരുന്നു. പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ ഇതിൽ സാധിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു പ്രമുഖ കമ്പനിയുടെ BS6 ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനിൽ നടത്തിയ 265 മണിക്കൂർ നീണ്ട പരിശോധനയിൽ എഞ്ചിന്റെ എക്സോസ്റ്റ് വാൽവിന് ഘടനാപരമായ ചില തകരാറുകൾ സംഭവിച്ചതായി കണ്ടെത്തി. എന്നാൽ ഇത് E20 ഇന്ധനം കൊണ്ട് മാത്രമാണോ അതോ എഞ്ചിൻ ഡിസൈനിലെ പോരായ്മയാണോ എന്ന് വ്യക്തമല്ല. സാധാരണയായി എഞ്ചിൻ ഡ്യൂറബിലിറ്റി പരിശോധനകൾ 2000 മണിക്കൂർ വരെ നീളുന്നതാണ്. അതേസമയം 3 പ്രമുഖ ബൈക്ക് നിർമ്മാതാക്കൾ നടത്തിയ പരിശോധനകളിൽ പ്രധാനമായും പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഈ പരീക്ഷണ ഫലവും കേന്ദ്രം ഉയർത്തിക്കാട്ടുന്നുണ്ട്. E20 ഇന്ധനം പരിസ്ഥിതി സൗഹൃദമാണെങ്കിലും പഴയ വാഹനങ്ങളുടെ ആയുസിനെ അത് എങ്ങനെ ബാധിക്കുമെന്നതിൽ കൃത്യമായ വ്യക്തതയില്ല. ARAIയുടെ ഈ നിർണായക പഠനം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടണമെന്നാണ് വാഹന രംഗത്തെ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ വിലയിരുത്തൽ നടത്താനും വാഹന ഉടമകളുടെ ആശങ്കകൾ പരിഹരിക്കാനും സാധിക്കൂ എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു.